ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ 3-4 വെളുത്തുള്ളി 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്കൊരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴഞ്ഞെടുത്തതിന് ശേഷം 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകണ്ട. ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കുന്നുണ്ട്. മിക്സാക്കി എടുത്തതിന് ശേഷം തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരുപാട് ലൂസാക്കിയിട്ടല്ല, എന്നാൽ ഒരുപാട് കട്ടിക്കുമല്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് മൂടി വെക്കാം. ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ഒരു അരപ്പും കൂടി റെഡിയാക്കി എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 മുറി തേങ്ങയാണ്. ചെറിയ ജീരകം, നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പും കൂടി റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക്, പിന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 വറ്റൽ മുളകും, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ. ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ടിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. ശേഷം ഇതിലേക്ക് നമുക്കൊരു നുള്ളു കാശ്മീരി മുളകും കൂടി ചേർത്തിട്ട് കറിക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് അങ്ങ് പെട്ടെന്ന് തന്നെ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് നമുക്ക് കറി മിക്സാക്കി എടുക്കാം. തക്കാളി വെച്ചിട്ട് നല്ലൊരു കറിയാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒന്നുണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും കാണാം.